വരൂ. അമ്മേ, ഇത് ക്രിസ്റ്റി ബോംബെന്ന് വരിക. നമ്മുടെ രഞ്ജിനിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. നമ്മുടെ രഞ്ജിനി തന്നെ ഇയാളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രഞ്ജിനി എന്നെയും കൊണ്ടുപോയത്. ഇനി കുറച്ചു നാള് നമ്മളോടൊപ്പം ഉണ്ടാവും. വരും. ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല മുറിയാ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി. ഇവിടെ ഒക്കെ ഒരു നാടൻ മട്ട. അത് ബോട്ട് ഇറങ്ങിയപ്പോഴേ മനസ്സിലായി. ശരി, റെസ്റ്റ് എടുത്തോളൂ. ഹേയ് മാൻ, പുറത്തേക്ക് പോകുന്നുണ്ടോ? എന്താ വേണ്ടത്? 1 പാക്കറ്റ് സിഗരറ്റ്, ഗോൾഡ് കിങ്സ് വേണം. ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? 1 പാക്കറ്റ് സിഗരറ്റ് വേണമെന്ന്. അല്ല, വലിക്കാൻ പാടില്ലെന്ന് കോടതി. താനെന്താ എന്നെ ഉപദേശിക്കാണോ? Bring it, man. Go. അവര് ബോംബെയിൽ വെച്ചുള്ള ബന്ധമാ. രജിസ്റ്റർ മാരേജും കഴിഞ്ഞു. പിന്നെന്തിനാ നിന്റെ പിന്നാലെ അവള് തേരാപര നടന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാനോ? അതിന് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് രഞ്ജിനി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അമ്മയും മറ്റുള്ളവരും കൂടി വെറുതെ ചിന്തിച്ചുണ്ടാക്കിയതല്ലേ. അവൾക്ക് അവനെയാണ് ഇഷ്ടം. ഇഷ്ടപ്പെടുന്നവരല്ലേ അമ്മ ഒന്നിച്ച് ജീവിക്കേണ്ടത്. അപ്പൊ നിന്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല? ഉവ്വ്, കുറച്ചു കാലത്തേക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. ഒരു മതിഭ്രമം. അമ്മയെ അത്രയും വിചാരിച്ചാ മതി. ഇനി അതിനെപ്പറ്റി സംസാരിച്ച് വലുതാക്കണ്ട. പ്രഭേ, മധുരിക്കുന്നത് മുഴുവൻ മറ്റുള്ളവർക്കും, കഴിക്കണതും ചവർക്കണതും നിനക്കും. എന്നടാ നീ ആ സ്വഭാവം മാറ്റാൻ പോണത്? ആശിക്കണത് കിട്ടില്ല. കിട്ടിയതിൽ സന്തോഷം ഉണ്ടാവില്ല. സന്തോഷം തരണത് സ്ഥിരമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. എന്നാ എന്നേക്കുമായി കൈ കിട്ടുന്നതോ പെട്ടെന്ന് മടുക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ ഇത്തിരി പോകുന്ന ജീവിതം ഇത്രയല്ലേ ഉള്ളൂ അമ്മേ. അല്ലേലും ആ നായരുടെ മോള് അവള് വിത്തുകൂടം കാണിക്കാതിരിക്കുവോ? പ്രഭേട്ടൻ എന്തിനാ അയാളെ കൂടെ താമസിപ്പിക്കാണ് സമ്മതിച്ചത്? അതെ, കഴുത്തിന് പിടിച്ച് പുറത്താക്കുക വേണ്ടത്. നമ്മളോടൊരാളൊരു കാര്യം ആവശ്യപ്പെടുമ്പോ എങ്ങനെയാ പറ്റില്ലെന്ന് പറയാ? അതും അവൾക്ക് ഈ നാട്ടിൽ വേറെ ആരാ ഉള്ളത്? എന്നാലൊരു കാര്യം ചെയ്യും, ആ കല്യാണം കൂടെ നടത്തി കൊടുക്ക്. മോഹിച്ചതും മനക്കോട്ട കെട്ടിയതൊക്കെ സത്യത്തിൽ ഞാനല്ലടാ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സൂചന ഞാൻ തന്നിട്ടുണ്ടോന്ന് അവള് ചോദിച്ചാ നമ്മളെന്ത് പറയും? കരണക്കുറ്റി നോക്കി 2 അങ്ങ് പൊട്ടിക്കണം, അതാ വേണ്ടത്. അല്ല പുല്ല്. ശരി, ഇനി അതും ഇതും പറഞ്ഞ് നമുക്ക് സമയം കളയണ്ട. ഇനി പ്രധാനം നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളാ. പഴയ വോട്ടർ പട്ടിക വെച്ച് തന്നെ ഇലക്ഷൻ നടത്താൻ നമ്മുടെ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ചു കഴിഞ്ഞു. അതെപ്പോ? പിന്നെ നീ എന്താ വിചാരിച്ചത് ഞാനിവിടെ യുഗ്മഗാനം പാടി തേരാപ്പര നടക്കുന്ന? ഇനി വരുന്ന ഇലക്ഷനാണ് നമുക്ക് പ്രധാനം. അതുവരെ മറ്റൊന്നുമില്ല മക്കളെ. എന്താ ഇപ്പൊ എന്നോട് സംസാരിക്കാനും സമയമില്ലതായോ നിനക്ക്? അച്ഛനപ്പുറത്തുണ്ട്, അതുകൊണ്ടാ. എന്തായി തീരുമാനം? കുറച്ച് ദിവസം കൂടി ക്ഷമിക്കാം. ഒരാഴ്ചയായി ഞാൻ വന്നിട്ട്. ഇനിയും വേറെ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്നലെ അവിടെ വന്നപ്പോ ഞാൻ എല്ലാം സംസാരിച്ചതല്ലേ ക്രിസ്റ്റിയോട്. പിന്നെന്താ ഇന്നിങ്ങനെ? ഇപ്പോഴോ? നല്ല കാര്യായി. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്ന എന്തിനാന്ന് ഇപ്പോഴേ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റി ഇപ്പൊ ഫോൺ കട്ട് ചെയ്യും. ഞാൻ നാളെ വരാൻ പറ്റുമോ നോക്കാം. ഹലോ. Bloody bitch! Get lost! എന്താ മോനെ, എന്ത് പറ്റി? Why do you come here? Go! Leave me alone! Go! എന്തു പറ്റി? എന്ത് പുണ്യം കിട്ടാനാ പ്രഭേ നീ അയാളെ എവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നേ? എന്താ ഉണ്ടായത്? രാവിലെ ശബ്ദം കേട്ടിയ മുറിയിലേക്ക് ചെന്നപ്പോ എന്റെ നേരെ ഒരു ചാട്ടം. ശരിക്കും ഒരു ഭ്രാന്തന്റെ മാതിരി. ഞാൻ ആകെ പേടിച്ചുപോയി. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ അയാള് ചോദിച്ചോളും. അമ്മയായിട്ട് അങ്ങോട്ട് പോകുന്നു വേണ്ട. എന്താ? അല്ല, ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ കണ്ടപ്പോ വെറുതെ ഒന്ന്. ഞാൻ താമസിക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണെന്നത് ശരി, പക്ഷേ എനിക്കിവിടെ എന്റേതായ ഒരു പ്രൈവസി വേണം. അല്ല, ഞാൻ ക്രിസ്റ്റിയെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങളോട് മാത്രമല്ല, നിങ്ങളുടെ തള്ളിയോടും. സോ പെർമിഷൻ ഇല്ലാതെ ഈ റൂമിൽ വരരുത്. കൂടുതൽ സ്നേഹവും ഹോസ്പിറ്റാലിറ്റിയും ഒന്നും വേണ്ട. ഡു ഗെറ്റ് മീ?
സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. എങ്കിൽ പ്ലീസ്. സമർത്ഥനായ ഒരു കുറ്റാന്വേഷകന്റെ പ്രാവീണ്യത്തോടെ ദുഷ്ടനായ കുരിശുപള്ളിക്കൽ അവറാച്ചന്റെ കോടികളുടെ അഴിമതിയെ മറനീക്കി കാണിച്ച ഓനൂർക്കരയുടെ പൊന്നോമന പുത്രൻ BK പ്രഭാകരനെ ചർക്കടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, 8ാം വാർഡിൽ ഞാൻ തന്നെ ജയിക്കും, അത് ഉറപ്പാ. സമ്മതിച്ചു. പക്ഷെ പ്രസിഡന്റിന് പകരം വെറും 7ാം കൂലി മെമ്പറായി ചൊറിയും കുത്തിയിരിക്കാം. ഇക്കണക്കിനാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അത് ഉറപ്പാ. എന്ത് ചെയ്യും ഭരത? ജനം മുഴുവൻ അവന്റെ കൂടെ ആയി പോയില്ലയോ? ഞാനെന്ത് പറയാനാ? ഞങ്ങളെ ആരും അറിയിക്കാതെ ഒറ്റയ്ക്ക് വിഴുകാൻ നോക്കിയതുകൊണ്ടല്ലേ ഇപ്പൊ തലയും കുത്തി താഴെ വീണത്. ശരിയാ, തട്ടിച്ചതിന്റെയും വെട്ടിച്ചതിന്റെ ഒരു പങ്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാമായിരുന്നു. എടാ, അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി ആവർത്തിക്കില്ല നീ ഉറപ്പ് തന്നില്ലയോ? നീ വെറുമൊരു ബ്രോക്കറല്ല, നമ്മുടെ പാർട്ടിയുടെ ശക്തനായ ഒരു നേതാവാണ്. അടുത്ത കൊല്ലം സർക്കാർ നമ്മുടെ പഞ്ചായത്തിന്റെ സെസ്സിന്റെ പരിധി കൊണ്ടുവന്ന ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ഒരുമിച്ച് നിന്ന് വെട്ടി വിഴുങ്ങേണ്ടവരാ നമ്മളൊക്കെ. അതിനു മുമ്പ് കുരുത്തം കെട്ടവനെ എങ്ങനെയെങ്കിലും ഒന്ന് തറ പറ്റിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകും കേട്ടോ. ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റൂ. അവന്ന് നീ എന്ത് വേണേലും പറഞ്ഞു പോലെ. ഈ ശീലം നിർത്താറായില്ലേ ക്രിസ്റ്റിക്ക്? പിന്നെ ഞാൻ എന്ത് വേണം? ഇതിനകത്ത് ബോറടിച്ച് മരിക്കണോ? ഇവിടെ വന്നിട്ട് ദിവസങ്ങൾ എത്രയാണെന്നറിയോ? പ്രഭേട്ടൻ ഇപ്പൊ ഇലക്ഷന്റെ തിരക്കില്ല, എന്നാൽ അതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്തോളാന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തിന് പ്രഭാകരൻ? നീ നിന്റെ അച്ഛനോട് വിവരം പറയുന്നു, ഇറങ്ങിപ്പോരുന്നു. എനിക്കിനി കാത്തു നിൽക്കാൻ വയ്യ. ഇവിടുത്തെ ബ്ലഡി റാസ്കൽസിന്റെ നോട്ടോ ഉപദേശവും. ക്രിസ്റ്റി വിചാരിക്കുന്നത് പോലെ അത്ര മോശം ആളുകളല്ല. ക്രിസ്റ്റി ഇവിടെ താമസിപ്പിക്കുന്നത് തന്നെ അവരുടെ നന്മയാ. എനിക്ക് ആ നന്മ തിരിച്ചറിയേണ്ട ഒരു കാര്യമില്ല. ഇവരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് പതുക്കെ പറ. ഏത് നിമിഷവും എന്റെ കൂടെ ഇറങ്ങി വന്നോളാമെന്ന് നിന്റെ വാക്കുള്ളതാ. അത് വിശ്വസിച്ച ഞാൻ വിഡ്ഢിയായി. എന്നിട്ടിപ്പോ നിന്റെ അച്ഛന്റെ അനുവാദം കാത്ത് ഞാനിവിടെ കെട്ടിക്കിടക്കണം അല്ലേ? ഇങ്ങനെ കഴിയാൻ എനിക്ക് പറ്റില്ല. ഞാൻ തിരിച്ചു പോയേക്കാം. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്. ക്രിസ്റ്റി എന്നൊരു സ്ട്രേഞ്ചറെ പോലെ പെരുമാറുന്നത്. യു ആർ ബിഹേവിംഗ് ലൈക്ക് എ സ്ട്രേഞ്ചർ, നോട്ട് മീ. അമ്മ മരിച്ചതിന് ശേഷം എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ അച്ഛനാ. എങ്ങനെ അച്ഛനോട് ഞാൻ? Then what are you going to do? എന്നെ ഒഴിവാക്കുമോ അതോ നിന്റെ അച്ഛനെ ഒഴിവാക്കുമോ? ക്രിസ്റ്റി, അതുകൊണ്ടാ ഞാൻ പ്രഭേട്ടനോട്. Stop it, bloody bitch. ആരാടി പ്രഭേട്ടൻ? വന്ന് കേറിയപ്പോ മുതൽ കേൾക്കാൻ തുടങ്ങിയ പേരാ. അവനെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണോ നിനക്ക് എന്റെ കൂടെ വരാൻ വിഷമം? അതോ നീയും അവനുമായിട്ടും? Stop it. ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒപ്പിട്ട ബലത്തിലാണ് ഇത്രയും പുലപ്പ്യം പറയുന്നതെങ്കിൽ ഓർത്തോളൂ. അതിന് 6 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. ആ എഗ്രിമെന്റിൽ നിന്ന് പിന്മാറാൻ നമ്മളിൽ ആർക്കും എപ്പോഴും അവകാശമുണ്ട്. What the hell are you talking, bitch? വേണമെങ്കിൽ ക്രിസ്റ്റിക്ക് തിരിച്ചു പോകാം തന്നെ. You dirty go. തൊട്ടുപോകരുത്. ഇത് ഞാൻ എന്റെ മകന് താമസിക്കുന്ന വീടാ. ഇവിടെ വെച്ച് ഇതൊന്നും നടക്കില്ല. രഞ്ജിനി, വേണ്ട. മയക്കുമരുന്നിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിന് എന്റെ മുമ്പിൽ കെഞ്ചിയ ക്രിസ്റ്റി ഉണ്ടായിരുന്നു. അത് നിങ്ങളല്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ജീവിതം മുഴുവൻ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് വേണമെന്ന് നിങ്ങൾ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് രജിസ്റ്റർ മാരേജിന് ഞാൻ വഴങ്ങിയത്. അത് തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി.